മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. കോഴിക്കോട് പന്നിയങ്കരയിലെ വീട്ടിൽ പൊതുദർശനം തുടരുന്നുണ്ട്. സംസ്കാരം നാളെയായിരിക്കും നടക്കുക. 1989 VP സിംഗ് മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയായിരുന്നു. 1971 മുതൽ 1996 വരെ തുടർച്ചയായി 25 വർഷം വടകരയിൽ നിന്ന് ലോക്സഭാംഗമായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് പന്നിയങ്കരയിലുള്ള പത്മാലയത്തിൽ കുറച്ചധികം കാലമായി വിശ്രമത്തിലായിരുന്നു മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ. ഒരാഴ്ച മുമ്പാണ് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അദ്ദേഹം മരിച്ചത്. കോഴിക്കോട് സ്വദേശിയായ അദ്ദേഹം 1960കളിലാണ് കോൺഗ്രസ് ബന്ധം സ്ഥാപിക്കുന്നത്, കോൺഗ്രസ് അംഗത്വം നേടുന്നത്. അതിനു മുമ്പ് തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ലോഹിയുടെയൊക്കെ പിൻഗാമിയായി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അതിനിടയിലാണ് കോൺഗ്രസ് അംഗമാകുന്നത്. പത്രപ്രവർത്തകനായി ഡൽഹിയിൽ പ്രവർത്തിച്ചു. മാതൃഭൂമിയുടെ ഡൽഹി കറസ്പോണ്ടൻ്റ് ആയിരുന്നു. അതിനിടയിലാണ് 1971 അദ്ദേഹത്തെ വടകര പാർലമെൻറ്റ് സീറ്റിലേക്ക് അദ്ദേഹത്തെ കോൺഗ്രസ് നിശ്ചയിക്കുന്നത്. അവിടെ വെച്ച് അദ്ദേഹം മത്സരിച്ചു. തുടർച്ചയായി 5 തവണ വടകരയിൽ അദ്ദേഹം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിലാണ് 1989 അദ്ദേഹം VP സിംഗിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം കേന്ദ്ര മന്ത്രിയായി, ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയായി ഉപരിതല ഗതാഗതം, ഷിപ്പിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരിയായി രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന രൂപയിൽ അധികായനായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു KP ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിന് ദേശീയ അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ വലിയ ഗഹനമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. നിരവധി വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. UN-ൽ നിരവധി തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം വരെ ഒപ്പമുണ്ടായിരുന്ന എനിക്ക് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നഷ്ടപ്പെട്ട 1980കളിൽ അദ്ദേഹം കോൺഗ്രസ് വിട്ടു. കോൺഗ്രസ് ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അത് പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു എങ്കിൽ കൂടി പക്ഷേ പിന്നീട് വലിയ സജീവമായ AICC അംഗമായിരുന്നു അദ്ദേഹം. പക്ഷേ സജീവമായ കോൺഗ്രസ് പ്രവർത്തന രംഗത്തു നിന്നും അദ്ദേഹത്തിന് ഇടപെടാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നാളെ രാവിലെ 9 മണിക്ക് പന്നിയങ്കരയിലുള്ള മാനാരി ശ്മശാനത്തിൽ അദ്ദേഹത്തിന് സംസ്കരിക്കുകയും ചെയ്യും.